ഉണ്ണിച്ചേട്ടേനെ കാണിക്കാൻ ചേച്ചിയുടെ എന്നപ്പോ തന്നെ ഞങ്ങൾക്ക് 2-3 സീറ്റ് കിട്ടിയില്ല. അമ്മ കയറ്റി വണ്ടിക്കൂലിയോ? അമ്മ വെയിലല്ലോ അമ്മ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇപ്പോൾ ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി കേട്ടോ. കുറച്ച് ദൂരെയാണ്, കുറച്ച് നടക്കാനേ ഉള്ളൂ. കല്യാണത്തിന് പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടൗണിൽ പോകണം കേട്ടോ. എന്തിനാന്ന് എത്രയും കാലം ഞാൻ കാത്തിരുന്ന ഒരു കാര്യം എന്ന് ചെയ്യാൻ പോവുക. എൻ്റെ വ്ളോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും അതെന്താണെന്ന്. ഞാൻ ഇത്രയും ദിവസം പണിക്ക് പോയിരുന്നു അത് ഒറ്റ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വ്ളോഗ് കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ. പുതിയതായിട്ട് വന്നവർക്ക് അതെന്താണെന്ന് മനസ്സിലാവൂല. എപ്പോഴും ഡൗട്ടായിരിക്കും എന്താന്ന്. ഞാൻ ഇവിടെ കയറിയിരുന്നു, അപ്പോൾ തന്നെ ജിമ്മി ഇങ്ങോട്ട് കയറിയിരുന്നിക്കണേ. ജിമ്മേ നിന്നെ കല്യാണ സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഇടാ. ഇങ്ങോട്ട് കയറി ഇരുന്നിട്ടൊന്നും കാര്യമില്ല, നിന്നെ കൊണ്ടുപോകില്ല. പാവം ജിമ്മി നിൽക്കണോക്ക്. ഇല്ല ജിമ്മിയെ, എൻ്റെ പുറകാലിൽ തന്നെ എപ്പോഴും ഉണ്ടാവും പാവം ജിമ്മി. ഇല്ല ജിമ്മി, നാളെ കുന്നത്ത് ഒരു വീട്ടിൽ ഒരു കുട്ടി പോലും ഇല്ല. എല്ലാവരും അടിച്ച് കല്യാണത്തിന് പോയിക്കണ്. നോക്ക്, ഫുള്ള് സൈലൻറ്റ്. കിളീൻ്റെ സൗണ്ടും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പാട്ടിൻ്റെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്. പിന്നെ ജിമ്മീൻ്റെ ഓരോരോ പൊട്ടത്തരവും. ജിമ്മി വീട്ടിൽ പോയിക്കോ, വീട്ടിൽ പോ, ഞാൻ കൊണ്ടുപോകില്ല കേട്ടോ. ഞാൻ കുറേ നേരം എവിടെ കാത്തിരിക്കണേ. ഉണ്ണി വരാനുണ്ട്, അപ്പുചെടിയും വരാനുണ്ട്. അവർ രണ്ടാളും ഒരിക്കലും എതിരായിട്ട് കഴിഞ്ഞില്ല. അവരെന്താ മേക്കപ്പ് ഇട്ട് പോയില്ലേ? എന്തത്? കുറേ നേരം ഞാൻ അവിടെ വെയിലത്ത് കാത്തിരിക്കണം. വെയിലല്ല, ഇപ്പോൾ തണലത്തേക്ക് മാറിയിരിക്കണം. തണലത്ത് കാത്തിക്കണം. പൈസ എടുത്തിക്കണം. നീ എടുത്തോ? ഇവിടെ നേരെ കല്യാണത്തിന് വേണ്ടി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ മേപ്പാടി പോയിട്ട് റീചാർജ് ചെയ്തിട്ട് നമുക്ക് വരാം. ഇതിൻ്റെയാണല്ലോ നീ എപ്പോഴും പറഞ്ഞത്? ഈ ഷർട്ടും ഈ പാൻറ്റും വേറല്ല. എന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് 2-3 സീറ്റ് കിട്ടി. ഫ്രണ്ടിൽ വലിച്ചനുണ്ട്. നേരെ മേപ്പാടി പോയിട്ട് വരാം. വൈഫൈ അതൊക്കെ പോയിട്ട് വരാം. അമ്മൂമ്മേൻ്റെ എത്ര കേട്ടിട്ടാ ഉണ്ണിച്ചേട്ടേനെ കാണിക്കാൻ. ചേച്ചിയുടെ ഹാപ്പി മാരേജ് ഡേ. ഒരു ഷെയ്ക്കാൻ ഞാൻ പോട്ടെ. ശരി. ഇവിടുന്ന് ബസ് കയറിയിട്ട് നേരെ ടൗണിൽ പോവാം. ടൗണിൽ പോയിട്ട് വൈഫൈയിൽ റീചാർജ് ചെയ്യാണ്ട് കുറേ വ്ളോഗ് അപ്ലോഡ് ആക്കാണ്ട്. ചിലപ്പോൾ നാളെ വ്ളോഗ് ചിലപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. വൈഫൈയിൽ റേഞ്ച് കുറവായതുകൊണ്ട് അപ്ലോഡ് ഫുള്ള് ആയി തീരണമെങ്കിൽ കുറേ സമയം എടുക്കും. മാറ്റണോ വേണ്ടേന്നൊരു ഇന്നലെ ഇത് തീരുമാനം എടുത്തത്. പക്ഷേ വൈഫൈ മാറ്റിയാലും വേറെ പൈസ, പിന്നെ അതിനും കുറേ സമയം, പിന്നെ വ്ളോഗും അപ്ലോഡ് ആക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ ചടങ്ങുണ്ട്. എനിക്ക് വൈഫൈയിൽ റീചാർജ് ചെയ്യണമെങ്കിൽ വൈഫൈൻ്റെ നമ്പർ കിട്ടണം, അല്ലെങ്കിൽ അപ്പുചെടീൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. ഉണ്ണി വിളിച്ചോക്ക്, വിളിച്ചിട്ട് വാട്സപ്പിലേക്ക് നമ്പർ അയക്കാൻ പറയാം കേട്ടോ. വൈഫൈയിൽ റീചാർജ് ചെയ്യുമോ? ഇല്ല. ജി പേ ഉണ്ടോ? 600 ഉണ്ടാവില്ല. അപ്പുചെടീൻ്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. 750 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പുചെടി അവിടുന്ന് റീചാർജ് ചെയ്തോളും. എൻ്റെ മൊബൈലിൽ കോൾ ചെയ്യാനുള്ള പൈസ കയറ്റാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ കോൾ ചെയ്യാനുള്ള പിന്നെ കയറ്റാൻ വിചാരിച്ചിരിക്കാം. ലോഡാക്കാൻ എത്തിയിട്ടാൽ പോലെ. ഇപ്പം കൂട്ടുകാരുടെ അടുത്ത് വർത്തമാനം പറയാൻ പോയി കേട്ടോ. എന്നിട്ട് ഒരു 2 ചെക്കന്മാർ എൻ്റെ ഫ്രണ്ട് കൂടെ സ്പീഡിൽ നടന്നു പോവുക. എന്നിട്ട് എൻ്റെ അടുത്ത് നടന്നും കൊണ്ട് തന്നെ പറയണേ, ആ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, അടിപൊളിയാണ്. എനിക്ക് തിരിച്ച് പറയാൻ പോലും സമയം കിട്ടിയില്ല. പിന്നെ 2 ചെറിയ കുട്ടികൾ വെച്ചാൽ ഒരു 8 വയസ്സോ 10 വയസ്സോ എത്രയുള്ള 2 ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ, 2 ചെറിയ കുട്ടികൾ. ഞാനിങ്ങനെ ഇവനെ നോക്കിക്കാം. എൻ്റെ ചോട്ട് കൂടെ ഇങ്ങനെ നടന്നിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ എന്നെ അവിടെ കണ്ടിട്ടുണ്ടാവും. എന്നെ കളിയാക്കണ ഒരു രീതിയിലൊരു ചിരി. ഞാൻ ഉണ്ടാക്കിയില്ല, ഞാനിങ്ങനെ നോക്കിക്കാം. എന്നിട്ട് അപ്പോൾ ചേട്ടേ വൈഫൈയിൽ പൈസ കയറ്റിയോ? കയറ്റിയോ? ആഹാ, വൈഫൈയിൽ പൈസ കയറ്റി. എനിക്കേറ്റ് വൈഫൈ കൊടുക്കും? ഞാൻ കൊടുക്കും. പൈസ ഞാൻ കൊടുക്കും. എത്ര 700 രൂപ. എനിക്ക് വരാൻ വണ്ടിക്കൂലി പോലും ഉണ്ടായിട്ടില്ല. നിന്റെ ഫോൺ പൈസ ഇല്ലേ? എന്റെ ഫോണ് പൈസ കയറ്റിയിട്ടില്ല. അമ്മ കയറ്റി വണ്ടിക്കൂലിയോ? നടന്ന് ഈ വെയിലത്ത് നടന്നു വരാനോ? ഇപ്പൊ പാലിൽ ഇവിടെ ഒരു നടന്നു വരാൻ എത്ര പാടാണ്. 700 ഉണ്ടായി. ഞങ്ങളവിടെ ടൈം പിടിച്ച്. അമ്മ വെയിലല്ലോ അമ്മ. കുഴപ്പമുണ്ടാവൂല. ഇതൊക്കെ എല്ലാരും വൈഫൈ എടുക്കണ്ടോ? എല്ലാരും കുറച്ച് പൈസ ഇട്ടാ എനിക്ക് റീചാർജ് ചെയ്യാട്ടോ പൈസയാവും. വൈഫൈക്ക് ഫുള്ള് പൈസ ഞാൻ ഒറ്റയ്ക്ക് എടുത്തേ. ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? അമ്മ ഒരു കാര്യം ചെയ്. കിങ്ങിണി വൈഫൈ എടുത്തിട്ടില്ലേ? കിങ്ങിണി എടുത്തൊരു 50 രൂപ മേടിച്ച്
അമ്മ സീരിയലാണില്ല, അപ്പോൾ അങ്ങനെ കുറച്ച് തരികയാണെങ്കിൽ എനിക്ക് വിളിക്കാനുള്ള കോൾ കയറ്റാനുള്ള പൈസ ഉണ്ടാവും. എന്നാ അമ്മ 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 100 രൂപ കൊണ്ടെന്നാ മതി. അമ്മ 100 രൂപ തരികയാണെങ്കിൽ എൻ്റെ അടുത്ത് 100 രൂപ ഉണ്ട്, 200 അല്ല 100 രൂപ ഉണ്ട്. അപ്പോൾ ഈ കോൾ ചെയ്യാനുള്ള പൈസ എനിക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ വൈഫൈ പൈസ ആയിട്ടിരിക്കണേ, ഞാൻ വേഗം അപ്ലോഡ് ആക്കട്ടെ. എനിക്ക് സന്തോഷമായിട്ട് അപ്ലോഡ് ആക്കട്ടായിരിക്കും. കുറേ ദിവസമായി അപ്ലോഡ് ആക്കാതെ, എത്ര ദിവസമായി അറിയാം, 5-6 ദിവസമായി അപ്ലോഡ് ആക്കാതെ. ഞാൻ കുളിക്കട്ടെ കേട്ടോ, വെയിലത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, മേലെ മൊത്തം വേർത്തെടുക്കുക, ഒട്ടുക, ഷർട്ടും പാൻറ്റും എല്ലാം. ഇപ്പോൾ സമയം 7:53 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉണ്ണിയുണ്ട്, കിങ്ങിണി ജിമ്മിക്ക് ചോറ് കൊടുത്തിട്ട് ഇത് അവിടെയൊക്കെ ഉണ്ട്, നിൽക്കല്ല അടുക്കളയ്ക്ക് പോകുന്നുണ്ട്. അമ്മ ആരെയാ വിളിച്ചുകൊണ്ടൊക്കെ, അച്ഛനുണ്ടാകത്ത റൂമിൽ, അപ്പുചെടി ഉണ്ടാകത്ത റൂമിൽ, എല്ലാവരും ഉണ്ട്. ഹാളുണ്ട്, അകിൽച്ചെടി അതാ ഹാളിലുണ്ട്. വൈഫൈയിൽ പൈസ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് അറിയാം. ഇന്നലത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യാനുണ്ട്, അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യാണ്ട്, പിന്നെ നാളെ വ്ളോഗ് എടുക്കാൻ പറ്റുമോ എന്ന് ഉറപ്പ് കിട്ടില്ല. കാരണം 4-5 വ്ളോഗ് എനിക്ക് അപ്ലോഡ് ആക്കാൻ കിടക്കുന്നുണ്ട് ഇത്രയും ദിവസത്തെ. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.